നമ്മൾ എത്ര കാലം ഇങ്ങനെ വിഡ്ഢികളായി തുടരും? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യത്തിന്റെ ഉത്സവമൊന്നുമല്ല, മറിച്ച് രണ്ട് മുന്നണികൾ ചേർന്ന് നടത്തുന്ന വൃത്തികെട്ട രാഷ്ട്രീയ നാടകമാണ്. ഒന്നും കൂടെ നോക്കൂ, ഒരു വശത്ത് കേരളത്തിൽ മാത്രം അവശേഷിക്കുന്ന കനൽത്തരി, അതൊന്നും അണയാതെ നോക്കാൻ വേണ്ടി അധികാരത്തിൽ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് പ്രതിയോഗികളെ തളയ്ക്കുന്ന പിണറായി വിജയൻ. സ്വന്തം മകളുടെയും കുടുംബത്തിന്റെയും അഴിമതികളൊക്കെ മൂടിവെക്കാൻ വിജിലൻസിനെ പാവയാക്കി മാറ്റുന്ന ഒരു മുഖ്യമന്ത്രി. മറുഭാഗത്ത് ഭരണം കിട്ടുമെന്ന് ഉറപ്പാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാല് വാരുന്ന ഗ്രൂപ്പുകളിൽ അഭിരമിക്കുന്ന കോൺഗ്രസ്. ഇതിനിടയിൽ കിടന്ന് ശ്വാസം മുട്ടുന്നത് നമ്മൾ സാധാരണക്കാരാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ ഇപ്പോൾ പൊടിതട്ടിയെടുത്തിരിക്കുന്ന പുനർജനി കേസ് ഒരു കാര്യം ഉറപ്പിക്കുകയാണ്: പിണറായി വിജയന് ഭയമാണ്. എന്നാൽ ആന്റണി രാജുവിനെ പോലെയുള്ള കുറ്റവാളികളെ സംരക്ഷിക്കാൻ കാട്ടുന്ന ആവേശം സ്വന്തം ജനതയോട് എന്തുകൊണ്ട് കാട്ടുന്നില്ല? കേരളത്തിന് ഇനി രക്ഷപ്പെടാൻ ഒരു മൂന്നാം വഴി അത്യാവശ്യമാണോ? ബി.ജെ.പി. വരാതെ ഇവിടെ ഇനി മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ലേ? കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന ഈ വമ്പൻ തിരക്കഥയുടെ അണിയറ രഹസ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് യഥാർത്ഥത്തിൽ ഈ പുനർജനി കേസ്? 2018 പ്രളയകാലത്ത് പറവൂർ മണ്ഡലത്തിൽ വീട് നഷ്ടപ്പെട്ട പാവപ്പെട്ടവർക്കായി വി.ഡി. സതീശൻ വിദേശത്തു നിന്നും മറ്റും സഹായം സ്വീകരിച്ച് വീട് വെച്ച് നൽകി. ഇതിൽ വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചു എന്നാണ് ആരോപണം. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വിജിലൻസ് ഇപ്പോൾ ഈ കേസിൽ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ? ഉത്തരം ലളിതമാണ്: പിണറായി സർക്കാരിന്റെ വീഴ്ചകൾ ജനങ്ങൾക്കിടയിൽ ചർച്ചയാകാതിരിക്കാനായി അവർക്കൊരു പുകമറ വേണം. വിജിലൻസ് തന്നെ മുൻപ് നൽകിയ റിപ്പോർട്ടിൽ സതീശൻ നേരിട്ട് പണം കൈപ്പറ്റിയിട്ടില്ല എന്നും മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന NGO വഴിയാണ് ഇടപാടുകൾ നടന്നതെന്നും വ്യക്തമാക്കിയതാണ്. എന്നിട്ടും ആ റിപ്പോർട്ട് മുക്കി സതീശനെ കുടുക്കാൻ നോക്കുന്നത് രാഷ്ട്രീയ പകപോക്കലല്ലാതെ മറ്റെന്താണ്? തന്റെ മകളുടെ കമ്പനിയായ എക്സാലോജിക്ക് നേരിട്ട IT അന്വേഷണങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ പിണറായി എറിഞ്ഞ തുരുമ്പിച്ച ആയുധമാണ് പുനർജനി. അതോടൊപ്പം ആന്റണി രാജുവിന്റെ കേസും ഒന്ന് തേച്ചു മായ്ച്ച് കളയണം. പക്ഷെ സ്വന്തം വിജിലൻസ് റിപ്പോർട്ടിലെ വൈരുദ്ധ്യങ്ങൾ പുറത്തായതോടെ ഈ നീക്കം ഒരു ബൂമറാങ് പോലെ സർക്കാരിന് നേരെ തിരിച്ചടിച്ചിരിക്കുകയാണ്. ഇതിൽ CPM-നുള്ളിൽ തന്നെ വൻ അതൃപ്തിയാണ് പുകയുന്നത്. നമ്മൾ പുനർജനിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ മറന്നുപോകാൻ പാടില്ലാത്ത മറ്റൊരു പേരുണ്ട്: ആന്റണി രാജു. ലഹരിക്കടത്ത് കേസിലെ തൊണ്ടി മുതൽ മോഷ്ടിച്ച കേസിൽ, അഥവാ കേരളം പരിഹാസത്തോടെ വിളിക്കുന്ന ജെട്ടി കേസിൽ കോടതിയുടെ ഉത്തരവനുസരിച്ച് കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെട്ട ആളാണ് ആന്റണി രാജു. ഒരു ജനപ്രതിനിധി, പിണറായിയുടെ മുൻ മന്ത്രി, ഇത്തരമൊരു ഗൗരവകരമായ കുറ്റകൃത്യത്തിൽ പെട്ടിട്ടും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ പിണറായി വിജയൻ കാട്ടുന്ന ഈ ഒരു ആവേശം ശ്രദ്ധേയമാണ്. എന്തുകൊണ്ട് ആന്റണി രാജുവിനെതിരെ ഇല്ലാത്ത ആവേശം സതീശനെതിരെ കാണിക്കുന്നു? കാരണം ആന്റണി രാജു ഇടതുകോട്ടയിലെ വിശ്വസ്തനാണ്. സത്യസന്ധതയെക്കുറിച്ച് പ്രസംഗിക്കുന്ന പിണറായിക്ക് കുറ്റവാളികളെ കൂടെ കൂട്ടാൻ ഒരു മടിയുമില്ല എന്ന് ഇത് തെളിയിക്കുന്നു. ആന്റണി രാജു കേസിൽ പ്രതിരോധത്തിലായ സർക്കാർ ജനശ്രദ്ധ മാറ്റാൻ കണ്ടെത്തിയ ഇരയാണ് വി.ഡി. സതീശൻ. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ അത്ര വിഡ്ഢികളാണെന്ന് മുഖ്യമന്ത്രി കരുതരുത്. ഇവിടെ വി.ഡി. സതീശനെയും ഇവിടെ ന്യായീകരിക്കുന്നൊന്നുമില്ല. ഇടതും വലതും കണക്കാണ്. പിണറായി വിജയൻ എന്ന ഇരട്ടച്ചങ്കൻ പ്രതിച്ഛായ ഇന്ന് രാഷ്ട്രീയ പ്രതിയോഗികളെ വേട്ടയാടാനുള്ളവരും കാട്ടായമായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ കേരളത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടായത്? ഖജനാവിൽ എലി ഓടുമ്പോഴും മുഖ്യമന്ത്രിയുടെ ദൂരത്തിന് യാതൊരു കുറവുമില്ല. നീന്തൽക്കുളം പണിയാനും ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കാനും ആഡംബര കാർ വാങ്ങാനും പണമുണ്ട്. പക്ഷെ പാവപ്പെട്ടവൻ ക്ഷേമ പെൻഷൻ നൽകാൻ പണമില്ല. സ്വർണ്ണക്കടത്ത് കേസ് മുതൽ മാസപ്പടി വിവാദം വരെ, ശബരിമല കൊള്ള വരെ എല്ലാം നീളുന്നത് ക്ലിഫ് ഹൗസിലേക്കാണ്. മകളുടെ അക്കൗണ്ടിലേക്ക് വന്ന കോടികൾക്ക് മറുപടി പറയാൻ കഴിയാത്ത മുഖ്യമന്ത്രിയാണ് മറ്റുള്ളവരുടെ അഴിമതിയെ കുറിച്ച് സംസാരിക്കുന്നത്. പോലീസിനെ ഉപയോഗിച്ച് പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തുന്നു. കറുത്ത തുണി കണ്ടാൽ പേടിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി പിണറായി മാറിയിരിക്കുന്നു. ഇതാണോ നവോത്ഥാന കേരളം? ഇടതുപക്ഷം കേരളത്തെ മുടിക്കുമ്പോൾ എന്താണ് UDF ചെയ്യുന്നത്? അവർ അധികാരം സ്വപ്നം കണ്ട് ഗ്രൂപ്പ് കളിയിലാണ്. സതീശനെ പൂട്ടാൻ പിണറായി നോക്കുമ്പോൾ അത് തടയാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്ന എത്ര നേതാക്കൾ കോൺഗ്രസിലുണ്ട്? എങ്ങനെയെങ്കിലും സതീശന്റെ മുഖ്യമന്ത്രിക്ക് തെറിക്കട്ടെ എന്നല്ലേ അവർ കരുതുന്നുള്ളൂ. ഭരണം കിട്ടുമെന്ന് ഉറപ്പാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടുന്ന രീതിയാണ് ഇവരുടേത്. ഒരു വ്യക്തമായ ലക്ഷ്യമോ ദിശാബോധമോ ഇല്ലാത്തൊരു മുന്നണിയായി UDF മാറിയിരിക്കുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനേക്കാൾ അവർക്ക് താല്പര്യം സീറ്റ് വിഭജനത്തിലാണ്. ഇവർക്ക് എങ്ങനെ കേരളത്തെ നയിക്കാൻ സാധിക്കും? അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ പുതിയൊരു മാറ്റത്തിനായി ദാഹിക്കുന്നത്. ഇവിടെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെയും നരേന്ദ്രമോദിയുടെയും പ്രസക്തി. 70 വർഷത്തോളമായി ഇടതും വലതും മാറി മാറി ഭരിച്ച് കേരളത്തെ ഒരു ശവപ്പറമ്പാക്കി മാറ്റി. യുവതലമുറയ്ക്ക് ഇവിടെ ജോലിയില്ല, എല്ലാവരും വിദേശത്തേക്ക് നാടുവിടുന്നു. കേരളം എന്നൊരു വൃദ്ധസദനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് BJP വരണം? കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന അഴിമതിയല്ലാത്ത ഭരണം കേരളത്തിലും വരണം. വികസനത്തിന്റെ ഫണ്ട് കൃത്യമായി വിനിയോഗിക്കാൻ BJPക്ക് മാത്രമേ കഴിയൂ.
വോട്ട് ബാങ്കിന് വേണ്ടി ചില വിഭാഗങ്ങളെ പ്രീണിപ്പിക്കുകയും ഹിന്ദു സമൂഹത്തെ അവഗണിക്കുകയും ചെയ്യുന്ന നിലപാടാണ് LDFും UDFും സ്വീകരിക്കുന്നത്. BJP വരുന്നത് ഈ അനീതിക്ക് അറുതി വരുത്തും. BJP ഭരിക്കുന്ന ഉത്തർപ്രദേശും ഗുജറാത്തും അസമൊക്കെ ഇന്ന് വികസനത്തിന്റെ കുതിപ്പിലാണ്. അവിടെ പ്രീണനം എന്നത് കേട്ടുകേൾവി പോലുമില്ല. എന്നാൽ കേരളം ഇന്നും കടം വാങ്ങാൻ കേന്ദ്രത്തെ ശപിച്ചുകൊണ്ട് കഴിയുന്നു. കേന്ദ്രം നൽകുന്ന പണം കൊണ്ട് വിലാസം വാങ്ങുന്ന പിണറായിയുടെ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കാൻ BJPക്ക് മാത്രമേ സാധിക്കൂ. തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം വെറും ഒരു അത്ഭുതമല്ല. തിരുവനന്തപുരത്തെ BJPയുടെ വിജയം ഒരു അത്ഭുതമല്ല. അത് ജനങ്ങൾ നൽകിയ മുന്നറിയിപ്പാണ്. 2026 താമര വിരിയുന്നത് കേരളത്തിന്റെ വികസനത്തിനായിട്ടുള്ള തുടക്കമായിരിക്കും. 2026 നമ്മൾ കാണാൻ പോകുന്നത് വമ്പൻ ട്വിസ്റ്റുകളാണ്. പുനർജനി കേസ് വഴി സതീശനെ ഒതുക്കാമെന്ന് കരുതിയ ഇടതുപക്ഷത്തിന് സ്വന്തം അണികൾക്കിടയിൽ പോലും മറുപടി പറയാൻ കഴിയുന്നില്ല. വിജിലൻസ് റിപ്പോർട്ടിൽ സതീശൻ കുറ്റക്കാരനല്ല എന്ന് പറയുമ്പോൾ സർക്കാർ എന്തിനാണ് CBI അന്വേഷണത്തിന് വാശി പിടിക്കുന്നത്? എങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് എന്തുകൊണ്ട് അവർ CBIയെ ഭയക്കുന്നു? സത്യത്തിൽ BJPയെ കേരളത്തിൽ വളർത്താൻ പിണറായി വിജയൻ തന്നെ അവസരം ഒരുക്കുകയാണ് കേട്ടോ. കാരണം ജനങ്ങൾക്ക് ഇടതുപക്ഷത്തോട് അത്രയേറെ വെറുപ്പും അറപ്പും തോന്നിയിരിക്കുന്നു. കോൺഗ്രസ് ആകട്ടെ ദുർബലമായിക്കൊണ്ടിരിക്കുന്നു. അവരോട് ജനങ്ങൾക്ക് പുച്ഛമാണ്. ഈ വിടവിലേക്കാണ് BJP ശക്തമായി കടന്നു വരുന്നത്. മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിലും വിലപ്പോകുമെന്ന് ഉറപ്പാണ്. ഈ രാഷ്ട്രീയ ഗുസ്തികൾക്കിടയിൽ സാധാരണക്കാരന്റെ അവസ്ഥ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്നതോ, മാവേലി സ്റ്റോറുകളിൽ സാധനമില്ലാത്തതോ, ആശുപത്രികളിൽ മരുന്നില്ലാത്തതോ? പക്ഷേ മുഖ്യമന്ത്രിക്ക് പുതിയ കാറ് വാങ്ങാൻ പണമുണ്ട്, വിദേശ യാത്രകൾക്ക് പണമുണ്ട്. മണപ്പാട് ഗ്രൂപ്പ് വഴി സതീശൻ പണം കൈപ്പറ്റിയിട്ടില്ല എന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടും അദ്ദേഹത്തെ കൊടുക്കാൻ കോടികൾ ചിലവഴിക്കുന്ന സർക്കാർ ഈ പണം സാധാരണക്കാരന് പെൻഷൻ നൽകാൻ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. ഇലക്ഷന് വേണ്ടി PR കൊടുക്കാൻ അവർ കോടികൾ വാരി എറിയുന്നു. അതുകൊണ്ട് ജനങ്ങൾക്ക് എന്താണ് നേട്ടം? അധികാരത്തിന്റെ അഹങ്കാരം തലക്കി പിടിച്ചൊരു ഭരണാധികാരിയുടെ പതനം 2026 നമ്മൾ കാണാൻ കാത്തു നിൽക്കുകയാണ്. കേരളം ഇന്നൊരു വലിയ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. പിണറായി വിജയന്റെ പകപോക്കൽ രാഷ്ട്രീയവും കോൺഗ്രസിന്റെ ഗ്രൂപ്പ് വഴക്കും കേരളത്തെ എങ്ങും എത്തിക്കില്ല. പുനർജനി കേസ് ഒരു ഉദാഹരണം മാത്രമാണ്. ഇതുപോലെ എത്രയെത്ര തിരക്കഥകളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. നമ്മുടെ നാട് രക്ഷപ്പെടണമെങ്കിൽ വികസനത്തിന്റെ രാഷ്ട്രീയമാണ് വേണ്ടത്. അത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJPക്ക് മാത്രമേ സാധിക്കൂ എന്ന് ഇന്ന് ഓരോ മലയാളിക്കും തിരിച്ചറിയാം. നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത് VD സതീശനെതിരായ കേസുകളെ കുറിച്ചും ആന്റണി രാജുവിന്റെ സംരക്ഷിക്കുന്ന സർക്കാരിന്റെ ഇരട്ടത്താപ്പിനെ കുറിച്ചും മാത്രമാണല്ലോ. എന്നാൽ ഇതിനേക്കാൾ വലിയൊരു സത്യം കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി കേരളം എന്ന ദൈവത്തിന്റെ സ്വന്തം നാടിനെ മാറി മാറി ഭരിച്ചു മുടിപ്പിച്ച LDF UDF മുന്നണികൾ യഥാർത്ഥത്തിൽ ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ്. പുറമേക്ക് ഇവർ തമ്മിലടിക്കും, പക്ഷെ അഴിമതിയുടെയും കമ്മീഷന്റെയും കാര്യത്തിൽ ഇവർക്കിടയിൽ രഹസ്യമായ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നിലനിൽക്കുന്നുണ്ട്. പിണറായി വിജയൻ എന്ന ഏകാധിപതിയെ പോലെ പെരുമാറുന്ന മുഖ്യമന്ത്രിയും ഭരണം കിട്ടാൻ വേണ്ടി ജനങ്ങളെ മറന്ന് ഗ്രൂപ്പുകളിൽ അഭിരമിക്കുന്ന കോൺഗ്രസ് നേതാക്കളും കേരളത്തെ എവിടെ എത്തിച്ചു എന്ന് ആത്മാർത്ഥമായി നിങ്ങളൊന്ന് പറയാമോ? ഒരൊറ്റ സെക്കൻഡ് ഒന്ന് പറയാമോ? അയൽ സംസ്ഥാനങ്ങൾ വികസനത്തിന്റെ പുതിയ പാതകൾ വെട്ടുമ്പോൾ, വ്യവസായങ്ങൾ ആരംഭിച്ച് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമ്പോൾ കേരളം ഇന്നും കടം വാങ്ങാനുള്ള നെട്ടോട്ടത്തിലാണ്. തമിഴ്നാട് നോക്കിയാലും UP നോക്കിയാലും ഏത് സംസ്ഥാനം എടുത്ത് നോക്കിയാലും അതാണ് അവസ്ഥ. നമ്മുടെ യുവതലമുറ എവിടെയാണ്? അവർ ഈ നാട് ഉപേക്ഷിച്ച് പോവുകയാണ്. ഇവിടെ തൊഴിലില്ല, വികസനമില്ല, ജീവിക്കാൻ സാധിക്കില്ല. മതപ്രീണനം മാത്രം ലക്ഷ്യം വെച്ചുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയമേ ഉള്ളൂ. പിണറായി സർക്കാർ കേരളത്തെ ഒരു ശവപ്പറമ്പാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഖജനാവ് കാലിയാക്കി സ്വന്തം കുടുംബത്തിനും പാർട്ടിക്കാർക്കും വേണ്ടി മാത്രം ഭരണം നടത്തുന്ന ഇടതുപക്ഷം ഒരു വശത്ത്, ഇതിനെതിരെ ആത്മാർത്ഥമായി സമരം ചെയ്യാൻ പോലും കഴിയാതെ സ്വന്തം സീറ്റിനും ഗ്രൂപ്പിനും വേണ്ടി കോൺഗ്രസിനെ പിച്ച് ചീന്തുന്ന വലതുപക്ഷം മറുവശത്ത്. ഈ 2 മുന്നണികളും ജനാധിപത്യത്തെ ഒരു കച്ചവടമാക്കി മാറ്റി. പുനർജനി കേസായാലും ജട്ടിക്കേസായാലും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ഇവർ ഇത്തരം നാടകങ്ങൾ ആടിക്കൊണ്ടേയിരിക്കും. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്ന് മാത്രമാണ്, ഈ ശാപത്തിൽ നിന്ന് കേരളത്തിന് ഒരു മോചനമില്ലേ? ദയവ് ചെയ്ത് അതിനൊരു ഉത്തരം തരാൻ ഈ ഇടത് വലത് മുന്നണികൾക്ക് സാധിക്കുമോ? നിങ്ങൾ ഈ കസേരയൊന്ന് ഒഴിഞ്ഞു തന്നാൽ മതി. എന്തായാലും അതിനുള്ള ഉത്തരമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള വികസന രാഷ്ട്രീയം. തൃശ്ശൂരിൽ നമ്മൾ കണ്ട, തിരുവനന്തപുരത്ത് നമ്മൾ കണ്ട ഈ മാറ്റത്തിന്റെ തുടക്കം 2026 കേരളം മുഴുവൻ പടരേണ്ടതുണ്ട്. അഴിമതിയുടെ ചെളിക്കുണ്ടിൽ മുങ്ങിക്കിടക്കുന്ന ഈ 2 മുന്നണികളെയും അറബിക്കടലിൽ എറിയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. BJP എന്ന മൂന്നാം ശക്തി ഇവിടെ അധികാരത്തിൽ വരാതെ, അല്ലെങ്കിൽ ശക്തമായ സാന്നിധ്യമായി മാറാതെ കേരളത്തിലെ വികസനം സാധ്യമാകില്ല. വെല്ലുവിളിക്കുകയാണ്. കേന്ദ്രം നൽകുന്ന പണം കൊണ്ട് സ്വന്തം വിലാസം അടിക്കുന്ന പിണറായി വിജയനും കേന്ദ്ര പദ്ധതികൾക്ക് തടസ്സം നിൽക്കുന്ന ഇടതുപക്ഷവും കേരളത്തെ ഒരു നൂറ്റാണ്ട് പിന്നോട്ട് നയിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് മാറ്റത്തിന് വോട്ട് ചെയ്യാം. മതപ്രീണനത്തിനും അഴിമതിക്കും പകപോക്കലിനും അറുതി വരുത്താൻ താമര വിരിയണം. കേരളത്തിന്റെ ഭാവി നമ്മുടെ കൈകളിലാണ്. ഇടതും വലതും ചേർന്ന് പങ്കിട്ടെടുത്ത നമ്മുടെ നാടിനെ നമുക്ക് തിരിച്ചു പിടിച്ചേ തീരും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും അത് ശക്തമായി തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.